Then the next question, differentiate between verbal and non-verbal communication and provide example of each. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമുക്ക് കണ്ടുവരാറുണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെയാണ് എന്ത് ചോദ്യമായിട്ട് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും? വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസസ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് ലൈക്ക് സ്പീച്ചസ് ഓർ ഡിസ്കഷൻ. അല്ലെ, വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സാധാരണ എന്താണ് വെർബൽ എന്ന് പറയുമ്പോൾ? വെർബൽ യൂസസ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് ലൈക്ക് സ്പീച്ചസ് ഓർ ഡിസ്കഷൻ. ഓക്കെ, ദെൻ നോൺ വെർബൽ എന്ന് പറയുമ്പോഴോ കമ്മ്യൂണിക്കേഷൻ, യെസ്, ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ റിട്ടൺ ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ സ്പീച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നോൺ വെർബൽ എന്ന് പറയുമ്പോഴോ യെസ്, ഏതെങ്കിലും ജസ്റ്റേഴ്സ് കാണിക്കുക, അതേപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെയാണ് നോൺ വെർബലിൽ വരിക. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങള്? ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആവുന്നവരൊന്ന് പറഞ്ഞേ. റഫ് ആവുന്നില്ലല്ലോ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പോക്കൺ ഓർ യെസ്. ഓക്കെ അമീറ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസങ്ങളാണ് മേജറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പീച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ഡിസ്കഷനോ ഉള്ളതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നേരെ മറിച്ച് അത് നോൺ വെർബൽ ആവുമ്പോൾ എന്തായി? അത് ആംഗ്യം കാണിക്കലായി, ഓക്കെ, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ആയി, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയി. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരാൾ വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതെന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അതിന് നേരെ മറിച്ച് ഒന്നും മിണ്ടാണ്ട് ഫേഷ്യൽ ആയിട്ട് എക്സ്പ്രഷൻ, തല ഇങ്ങനെ ആട്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്തായി? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയി. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലേ? ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ 3 പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇനി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ 3 പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ 3 പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ 3 തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എഴുതണം എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്. അപ്പൊ ഇത് 3 എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഇതൊരു 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ, ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടിയെന്ന് വരില്ല. മാക്സിമം എന്ത് ചെയ്യണം? 3 പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണം തന്നെ എഴുതാം. ദെൻ പിന്നെയും പോയി, പിന്നെയും നമുക്ക് എറേഴ്സ് വന്നാണ് കേട്ടോ. ഇടയ്ക്ക് പോവും, പക്ഷെ ആരും പോവരുത്. യെസ് യെസ്, ബാറ്ററി പ്രോബ്ലം ആണ്. അപ്പൊ ഇനിയും പോവും. അപ്പൊ ഇനി ആരും പോവണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വരും. യെസ്, ഷിഫാന ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, PPT ഷെയർ ചെയ്യാം, PDF ആക്കി ഷെയർ ചെയ്യാം. അപ്പൊ നോക്കുക, 3 പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ? പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്. സുഖമാണ്, ഈ ഒരു ടേമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? നമുക്കത് മനസ്സിലാക്കി എടുക്കാന്നുള്ളതാണ്. എന്താ പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്? കമ്മ്യൂണിക്കേഷൻ വർക്ക്സ് ബെസ്റ്റ് വെൻ ദി മെസ്സേജ് ഈസ് ക്ലിയർ ആൻഡ് ബോത്ത് പാർട്ടീസ് ഷെയർ ദി സെയിം കോണ്ടെക്സ്റ്റ്. എന്താ പറയുന്നത്? അതായത് ഈ ഒരു തീം, നമ്മൾ പറയുന്ന തീം അത് ഭയങ്കര എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് തന്നെ പരസ്പരം എന്ത് ചെയ്യണം? യെസ്, ഷെയർ ചെയ്യണം. അത് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ പറയുന്ന ഒരു സാഹചര്യം എന്തായിരിക്കണം? നമ്മളോട് അനുകൂലമായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ മെസ്സേജ് ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, അതിന് പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് എന്ത്? അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെ. ആദ്യം ഒരു മെസ്സേജ് നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാവണ്ടേ? കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാവണല്ലോ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നല്ലൊരു കോണ്ടെക്സ്റ്റ് ഒക്കെ എല്ലാം ശരിയായിരിക്കണം എന്നുള്ളതാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇൻ വാട്ട് അബൌട്ട് ദി പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ? എന്തായിരിക്കും പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ? കേൾക്കുന്ന ആൾ എന്ത് ശ്രദ്ധയോടെ കേട്ടിരിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അതാ പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ. കേൾക്കുന്ന ആൾക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ കാതോർത്തിരിക്കണം, അറ്റൻഷൻ നമുക്ക് ലഭിക്കണം എന്നുള്ളതാ. എന്നാലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്നത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ വാട്ട് അബൌട്ട് ഫീഡ്ബാക്ക്? പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴോ, 2 വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? ഫീഡ്ബാക്ക് കിട്ടണം. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുമ്പോൾ എന്താണ്? ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതാവും എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് എന്താണ്? ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ആംബിയൻസ് ആണ്, ക്ലാസ് ഒക്കെ കേട്ടിരിക്കാൻ അല്ലെ? അങ്ങനെ തന്നെയല്ലേ അമീനെ? അങ്ങനെ തന്നെയല്ലേ? നല്ലൊരു ആംബിയൻസ് ആണെങ്കിൽ എന്താണ്? കേട്ടിരിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര സുഖമാണ്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക്
കിട്ടണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്താണ്, അതൊരു അറ്റൻഷൻ കിട്ടലാണ് അല്ലെ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് ആയിരിക്കും ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റ് ബോക്സിലൊക്കെ എന്താണ് ഫീഡ്ബാക്സ് അറിയിക്കും. അപ്പോൾ അതോടുകൂടി എന്താണ്, അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേ, ഒന്ന് ലൈക്ക് തന്നെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്രയും മൂന്ന് പ്രിൻസിപ്പിൾസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയും. മനസ്സിലായിട്ടുണ്ടോ? ഈ 3 പ്രിൻസിപ്പിൾസ് ഓക്കെ ആണോ? യെസ്, ഓക്കെ. Then next question, explain the difference between linear and non-linear model of communication. എന്താ പറയുന്നത്? എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാ? ലീനിയർ ആൻഡ് നോൺ ലീനിയർ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ കമ്മ്യൂണിക്കേഷനകത്ത് എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള മോഡൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ മോഡൽസ് ഏതൊക്കെയാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതായത് ഇവിടെ ലീനിയറും നോൺ ലീനിയറും മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ അറിയുമെങ്കിൽ എന്ത് ചെയ്യാം, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. യെസ്, ദെൻ വാട്ട് അബൌട്ട് ദ ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താന്നുള്ളത് നോക്കിക്കേ. യെസ്, ഷോ വൺ വേ മെസ്സേജ് ഫ്ലോ ഫ്രം സെൻഡർ ടു റിസീവർ ലാക്കിംഗ് ഫീഡ്ബാക്സ് ആൻഡ് സീൻ ആസ് ടു സിംപ്ലിസ്റ്റിക്. എന്താ അവിടെ പറയുന്നത്? അതായത് നമ്മളുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ദിശയിലേക്ക് മാത്രമാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളൊരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞാനൊരു മെസ്സേജ് അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു, ഓക്കെ, അപ്പുറത്തുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്വീകരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ അവിടെ. അതിലെന്തില്ല, പ്രതികരിക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളത്. അതായത് ഞാനൊരു മെസ്സേജ് അങ്ങോട്ടേക്ക് അയച്ചു, അത് അവർ കേട്ടു, പിന്നെ അതിന്റെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കി മെസ്സേജും കാര്യങ്ങളും പ്രതികരണം ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ററാക്ഷൻ ആൻഡ് ട്രാൻസാക്ഷൻ മോഡൽസ് വ്യൂ കമ്മ്യൂണിക്കേഷൻ ആസ് ഡൈനാമിക് എന്നുള്ളതാണ്. ഓക്കെ, നോൺ ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതില് മെസ്സേജ് അയക്കാനും ഒപ്പം തന്നെ എന്താണ്, നമുക്ക് അതിനൊരു ഫീഡ്ബാക്ക് എന്താണ് കിട്ടുമെന്നുള്ള ഒരു ഇന്ററാക്ഷൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വേറൊരാൾക്കും കൂടെ എന്ത് ചെയ്യാം, അതിൽ എക്സ്ട്രാ വേണമെങ്കിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ? ലീനിയറും നോൺ ലീനിയറും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കൂട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ലീനിയർ എന്ന് പറയുമ്പോൾ ഞാനൊരു മെസ്സേജ്, ഇപ്പൊ ഷിഫാനിക്ക് ഞാനൊരു മെസ്സേജ് അയക്കുന്നു, ഷിഫാൻ അത് കേൾക്കുന്നു, ഫീഡ്ബാക്സ് അറിയിക്കാൻ പറ്റില്ല. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ഒരു ഇന്ററാക്റ്റീവ് ആണ്. വേറെ ആർക്കെങ്കിലും ഇപ്പൊ വേണമെങ്കിൽ അരുന്ധതിക്കും കൂടെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാന്നുള്ളതാണ് അതിനൊരു വ്യത്യാസമായിട്ട് പറയുന്നത്. ഓക്കെ, ഫീഡ്ബാക്സും അറിയിക്കാം, ഫീഡ്ബാക്സ് നമുക്ക് കിട്ടും എന്നുള്ളതാ. ക്ലിയർ ആണല്ലോ? ഇത് 2 ചോദിക്കൂട്ടോ, നോക്കി വെക്കാം. ദെൻ പിന്നീട് വരുന്ന മോഡലാണ് നമുക്ക് പറയാം ഇന്ററാക്ഷൻ ആൻഡ് ട്രാൻസാക്ഷൻ മോഡൽസ്. ഇതിനകത്ത് വരുന്ന 2 വേറെ മോഡൽസ് ആണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഇന്ററാക്ഷൻ മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടുപേരും എന്താണ്, ആശയവിനിമയം നടത്തുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, എന്താണ് ഫീഡ്ബാക്സും പ്രതികരണവും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ എന്താണ്, ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ് നമ്മളെ ലൈവ് ക്ലാസ്സസ് ഒക്കെ അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്സിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അത് അറിയിക്കാം, അതാ പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ മോഡൽ എന്ന് പറയുമ്പോൾ രണ്ടുപേരും എന്താണ്, ഒരേ സമയം ആശയവിനിമയം നടത്തുന്നത്, ഫോൺ കോളൊക്കെ. ഓക്കെ, അതേപോലത്തെ കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് പറയുന്നത് ട്രാൻസാക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ലീനിയറും നോൺ ലീനിയറും ആണ്. ഓക്കെ അല്ലേ? പെട്ടെന്നൊന്ന് പറയേ, വേഗം. വേഗം ഒന്ന് പറഞ്ഞേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. എക്സ്പ്ലെയിൻ ഡേവിഡ് ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ്സ് കീ കോമ്പോണൻസ്. ഓക്കെ, അപ്പോ ഇത് കേട്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, പഠിച്ചോ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഈ SMCRന്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് വേഗം പഠിച്ചതെന്ന് പറഞ്ഞേ. ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഈ ഭാഗം ഞാൻ നോക്കിയതാണ്. ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. യെസ്, പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന്
ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഞാൻ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതെന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. അതായത് ഇദ്ദേഹം ഇതെന്താണ്, ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് കേട്ടോ. ഈ ഒരു മോഡൽ എന്ന് പറയുന്ന SMCR എന്ന് പറയുന്ന മോഡൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. അതായത് ഈ ഒരു പ്രോസസ് സൂചിപ്പിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആണോ പറയേണ്ടത്, ഏതിന്റെ എക്സാമ്പിളാ പറയണ്ടേ, ഏതിന്റെ എക്സാമ്പിളാ പറയണ്ടേ? നോക്കണേ. യെസ്, ഒരു എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാനാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, SMCR. അതായത് ഈ ഒരു പ്രോസസ്സിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ഇപ്പൊ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ കൃത്യമായിട്ട് എന്ത് വേണം, ഒരു സെന്റർ വേണം, വേണ്ടേ, ഒരു സെന്റർ വേണം, കൃത്യമായിട്ട് ഒരു എയിം വേണം. അതായത് ഒരു ടോപ്പിക് വേണ്ടി വരും, അതേപോലെ തന്നെ ഒരു മെസ്സേജ് വേണം അല്ലെ, അത് കേൾക്കാനായിട്ട് ഒരു റിസീവർ വേണം. അതന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ആദ്യം ഒരു സെന്റർ. ഇപ്പൊ ഞാൻ എന്താണ്, എന്റെ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ എന്റെ ഈ ഒരു എന്താ പറയുക പേപ്പർ ഞാൻ എന്ത് ചെയ്യണം, യെസ് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഞാനാണ് ഇവിടെ സെന്റർ. ഓക്കെ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന നിലയ്ക്ക് ഞാനാണ് ഇവിടെ ഒരു സെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ നൽകുന്ന ഒരു വ്യക്തി ആരാണ്, ഞാനാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മെസ്സേജ് വേണം. ഇതിലെ മെസ്സേജ് എന്താണ്, നമുക്ക് ഈ ഒരു പാർട്ട് എന്ത് ചെയ്യണം, പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പഠിപ്പിച്ചു തരണം. അതാണ് നമ്മളുടെ എന്ത്, മെസ്സേജ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് അത് പാസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സെന്റർ ഉണ്ട്, പിന്നെ അതേപോലെ ഒരു മെസ്സേജ് ഉണ്ട്. നെക്സ്റ്റ് ചാനലാണ്. ചാനൽ എന്ന് പറയുമ്പോൾ മുഖാമുഖമാവാം, കമ്പ്യൂട്ടർ ആവാം, അപ്പൊ ഈ ഒരു ടെക്നോളജി ആവാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ചാനൽ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊരു ചാനലും ഉണ്ട് അല്ലെ, നമ്മുടെ യൂട്യൂബ് ചാനൽ. നമ്മൾ കമ്പ്യൂട്ടർ വഴിയാണ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കേൾക്കുന്നത്. ദെൻ റിസീവർ ആരാ ഇവിടെ, നിങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ, സിമ്പിൾ ആണല്ലോ അല്ലെ. യെസ്, സെൻഡർ ആയി, അതേപോലെ തന്നെ മെസ്സേജ് ആയി, ദെൻ ചാനൽ ആയി, ദെൻ അറ്റ് ലാസ്റ്റ് റിസീവറും ആയി. ഓക്കെ, ക്ലിയർ ആണോ? നോൺ ലീനിയർ, യെസ്, ലീനിയറിന്റെ ആണോ? അതായത് ഒന്നുമില്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ ടെലഗ്രാം ഒക്കെ, അതായത് ഇപ്പൊ പണ്ട് കാലത്തൊക്കെ എന്താണ്, ഒരു മെസ്സേജ് അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങൾ. ഇപ്പൊ ഒരു ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് പാസ് ചെയ്തു, അത് അവിടെ കിട്ടി. ഓക്കെ, ഫീഡ്ബാക്സ് അറിയിക്കാൻ പറ്റില്ല. ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അങ്ങനെയായിരുന്നല്ലോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സംഭവ വികാസമാണ് പറയുന്നത്. ലീനിയറിന്റെ തന്നെയാണ് എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. എന്താ പറഞ്ഞത്, ഒരു ദിശയിലേക്ക് മാത്രം പോകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു. അതായത് എനിക്കിപ്പോ ഷിഫാൻ അടുത്തൊരു മെസ്സേജ് പാസ് ചെയ്യണം, അത് ഷിഫാൻ അവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഷിഫാനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഷിഫാനയ്ക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആൻസർ എന്നുള്ള കണക്കിന് ഇങ്ങോട്ടേക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായിട്ടുണ്ടോ? യെസ്, ഇത് ഓക്കെ ആണല്ലോ. ഈ SMCRന്റെ കാര്യം ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള്.